ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിദ്ധൂസ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേര് എൻ്റെ അമ്മാമ്മ പറഞ്ഞുതരും. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേര് വാഴപ്പിണ്ടിയും നെത്തോലിയും കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. നന്നായിട്ട് ഒരവി ചട്ടിയിലിട്ട് ഒരവി കഴിയുമ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം അങ്ങ് പോകും. ആദ്യം ഇങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ വലിച്ചു മൂടി എടുക്കണം. നന്നായിട്ട് തേച്ച് കഴുകി മുള്ളൂരി. വാഴപ്പിണ്ടി പലർക്കും ഇത് അരിയാൻ അറിഞ്ഞുകൂടാത്തവർ കാണും. അവർക്ക് വേണ്ടിയാണ് ഞാനിത് അരിഞ്ഞ് കാണിക്കുന്നത്. ആദ്യം വട്ടത്തിന് എടുക്കണം. എന്നിട്ട് അതിൻ്റെ നൂലിങ്ങനെ വിരലിൽ ചുറ്റണം. ഇങ്ങനെ ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്തിട്ട് വീണ്ടും ഇങ്ങനെ അരിഞ്ഞ് വിരലിൽ ഇതിൻ്റെ നാര് ചുറ്റിയെടുക്കണം. ഇതുപോലെ എടുക്കണം. ഇനി നമ്മൾ വാഴപ്പിണ്ടി അരിയാൻ പോവുകയാണ്. ഓരോന്നോരോന്ന് അടുക്കി വെച്ചിട്ട് നമ്മൾ 4 വശവും കൊത്തണം. 4 വശവും ഇങ്ങനെ കറക്കി കൊത്തി കൊടുക്കണം. കൊത്തിയിട്ട് ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കണം. തോരത്തിന് അരിയും പോലെ. ഇത് വാഴപ്പിണ്ടിയുടെ നാരിങ്ങനെ ചുറ്റി എടുത്തതാണ്. ഇതിൻ്റെ തോരത്തിന് വേണ്ടി ഇതിൻ്റെ നീര് പിഴിഞ്ഞ് എടുത്താലേ തോരൻ നല്ല ചിക്കി തോത്തി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നീര് കിടന്നാൽ കുഴഞ്ഞു പോകും തോരൻ. അതുകൊണ്ടാണ് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നത്. നീര് നല്ല ഗുണമുള്ള സാധനമാണ്. നെത്തോലി വാഴപ്പിണ്ടി തോരത്തിനുമുള്ള ചേർക്കേണ്ട വിഭവങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഒരു വലിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 ചീരി വെളുത്തുള്ളി, 2 പച്ചമുളക്. പിന്നെ ഇത് കടുവറുത്ത് ചേർക്കാനുള്ള സാധനങ്ങളാണ്. അരച്ച് ചേർക്കേണ്ട, തോരൻ പോലെ അരച്ച് ചേർക്കേണ്ട സാധനങ്ങളാണിത്. തേങ്ങ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ, എരിവിന് വേണ്ടി കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം. ഇത് കറിമസാല ഇഷ്ടമുള്ളവർക്ക് കറിമസാല കൂടെ ചേർത്താൽ നല്ല മണവും സ്വാദും കിട്ടും. പിന്നെ കരിവേപ്പില, ആവശ്യത്തിന് കരിവേപ്പില ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം.
ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഉള്ളി വാടിയതിൽ ഇടാം. ഇനി നമുക്ക് വാഴപ്പിണ്ടിയിലേക്ക് നത്തോലി ഇടാം. അല്പനേരം അടച്ചു വയ്ക്കാം. അരപ്പിട്ടു അവസാനം നമ്മൾ കറി മസാലപ്പൊടി ഇടണം. നെത്തോലി വാഴപ്പിണ്ടി തോരഞ്ഞു. മക്കളെ ടേസ്റ്റ് നോക്ക്. നല്ല അടിപൊളി. ചിക്കൻ്റെ ടേസ്റ്റ് അമ്മ സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി വെക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനും എൻ്റെ അമ്മാമ്മ എല്ലാം ശരിയാക്കും. ബൈ.